ഫുള്ള് ഡയ്യാ. എന്താന്ന് നീ ചുള്ളനെ പറഞ്ഞപ്പോ എനിക്ക് വിഷമാ. അല്ലെ എനിക്ക് സത്യാവസ്ഥ അറിയണോണ്ട് കൊഴപ്പില്ലല്ലോ. തറക്കല്ലേ ഞാനുണ്ട്. എനിക്ക് നീളപ്പേക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കാവുമ്പോ കൊഴപ്പില്ല. ഇവിടെ ഇല്ലെന്ന് വിചാരിക്കാം. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു കുഞ്ഞു വീഡിയോ. കാരണം പെട്ടിയിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നും കൊണ്ടുവരണ്ടെന്ന്. പൈസക്ക് അനുസരിച്ച് വാങ്ങിയാൽ മതി, ആർഭാടായിട്ടൊന്നും വേണ്ടാന്ന് ഞാൻ ഒരു കമന്റ് കണ്ടു കേട്ടാ. എന്താ പറയാ, 1.5 കൊല്ലമായിട്ട് നിന്നിട്ട് അച്ഛൻ കുഞ്ഞെ പെട്ടിയെ കൊടുന്നുള്ളൂന്ന്. അത് മതി, ഒരുപാട് പൈസ ചെലവാക്കിയിട്ടും കാര്യമില്ല. നമ്മുടെ നാട്ടിലും ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് അത് കേട്ടപ്പാട് അതേപടി കൊണ്ടുവന്നു. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ പെട്ടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ എന്താ പറയാൻ വന്നത്, ഒരു കാര്യം, ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോ കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, കുക്കുവിന്റെ അച്ഛൻ എന്തൊരു ചുള്ളനാണ്, കുക്കുവിന്റെ അച്ഛനെ കണ്ടിട്ട് എന്താ കുശുമ്പല്ല, ഈ 40-40 വയസ്സായി മനുഷ്യനെ കണ്ടിട്ട് ക്രഷ് അടിച്ചെന്ന് പറയുമ്പോഴേ മുടി ഇങ്ങനെ കാണുന്ന ഫുള്ള് ഡയ്യാ. പിടിക്കും, ഞാൻ ചാവി എടുത്തിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ കുക്കുവിന്റെ ഡ്രസ്സ് ഞാൻ ഇന്ന് രാവിലെ നമ്മൾ നോക്കിയിട്ടാണ് കേട്ടോ. കുക്കുവിന്റെ ഡ്രസ്സ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 4 വയസ്സിനുള്ള ഒരു കുട്ടിയുടെ ഡ്രസ്സാണ്. ഇത് എനിക്ക് പാകാണ്. ഇത് നോക്ക്, എനിക്ക് പാകാണ്. 4 വയസ്സ് കുട്ടിക്ക് എടുത്ത 4 വയസ്സ് കുട്ടി അത്യാവശ്യം തടി കുറച്ച് 5 വയസ്സ് നോക്ക്, പാന്റ് അടക്കം എനിക്ക് പാകാണ്. നോക്ക്, 5 വയസ്സ് കുട്ടിക്ക് തട്ടല്ലേ. ദുബായിലത്തെ കുട്ടികളൊക്കെ അത്ര വലിപ്പുണ്ടാവുകയാണെങ്കിൽ അതല്ല, ഞാൻ കുക്കുനും പെണ്ണി എടുക്കുമ്പോ 2 വയസ്സിന്റെ ഒക്കെ എടുക്കാറ്. എന്നാന്ന് ചോദിക്കുക. ബാക്കിൽ ചെറിയല്ലോ, ഫ്രണ്ട് ചെറിയില്ലേ? ഫ്രണ്ട് ബാക്ക് ഒരേ നീളം തന്നെയാണ്, ബാക്കിൽ വേറെ നീളല്ലേക്ക്. അതിന് ഒരു കോട്ട് സെറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവം കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കു അവിടെ ഉണ്ട്. കുക്കുവിനെ അങ്ങോട്ട് വിളിക്കാത്തത് എന്താണെന്നറിയോ? ഇതിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതെന്താടാ ഈ ഷർട്ട്? ഓർമ്മയ്ക്ക് ഓർമ്മ. പിന്നെന്ന് വെച്ചാൽ അധികമൊന്നുമില്ല കേട്ടാ. ഒരു പെട്ടി പെൻസിൽ, ഒരു പെട്ടി പേന. ഇത് രണ്ടും ചേച്ചിയുടെ ഉണ്ണികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം 3 ചേച്ചിമാരുണ്ട്. അപ്പൊ അതിൽ 2 ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഓരോ ഉണ്ണിയോട് ഇതുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പെൻസിൽ, പേന. പണ്ട് ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അപ്പുറത്തേക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ ഒരു പേനയ്ക്ക് ഒരു മിഠായിക്കൊക്കെ പോയിട്ടുണ്ട്. ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന പേന എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഒരു ഇതില്ലേ. കാരണം നമ്മുടെ നാട്ടിൽ ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഇത് കണത് റൂമിലത്തെ ഒരു ചേട്ടൻ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ആ ഒരു സന്തോഷത്തിൽ വാങ്ങി കൊടുത്താണ് കേട്ടോ. കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തു. വലിയൊരു വെട്ടി ബിസ്ക്കറ്റ്. പിന്നെ എനിക്ക് കൊണ്ടുവന്നേക്കുന്നത് ഒരു കത്രികയാണ് കേട്ടാ. കത്രികയുടെ കളർ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ക്ലാസ്സിൽ ആർക്കും ഇല്ല. എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഗോൾഡും കറുപ്പും മാത്രമേ ഉള്ളൂ. വെയിറ്റും ഇല്ല കേട്ടാ, രസമുണ്ട്. ഒരു തുണി വെട്ടേക്കല്ലോ, അവിടെ നിന്ന് തുണി എടുത്താടാ. എന്റെ കത്രികയൊക്കെ സുഖമുണ്ട്, കുഴപ്പമില്ല. പിന്നെ കുക്കുവിനൊരു കാറ് കൊടുക്കുന്നുണ്ട്. അതിന്റെ എക്സ്ട്രാ വേറൊരു കാറാണ് ഇത്. അനിയത്തിയുടെ ഉണ്ണിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ കാറ്. ഇത് കുക്കു കണ്ട് കഴിഞ്ഞാൽ ചോദിക്കും. അവന്റെ ഓറഞ്ച്, ഇവന്റെ പച്ച, അത്ര വ്യത്യാസമുള്ള ഒരു തമ്മില്. ഞാൻ വിചാരിക്കും സർപ്രൈസ് ആയിട്ട് ഡ്രസ് കൊടുക്കുന്നതാണ്. ഇത് നാട്ടില് ജെട്ടി ബിസിനസ് കൊടുക്കാൻ പോവേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് മിഠായി, പിന്നെ ഒരു പാക്കറ്റ് പിസ്തി, പാക്കറ്റ് ബദാം, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ,
ഒരു സ്പ്രേ 2 സ്പ്രേ ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം കൊടുത്തു. കൂട്ടത്തിൽ കൊടുത്തു. പിന്നെ ഇത്രയുള്ളോ കഴിഞ്ഞു? ഇത്രന്നെ ഉള്ളൂ. പാവട്ട പിന്നെ ധാരാളം ഫ്രണ്ട്സ് ഒക്കെ കൂടി കൊടുത്തയച്ച സാധനങ്ങളാണ് കേട്ടോ. വീണ്ടും ഒരു പാക്കറ്റ് മിഠായി. ഇതെന്താ ചായപ്പൊടിയാണോ? ആ പാൽപ്പൊടി. പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നു, ഞങ്ങൾ എടുത്തു. ഉണക്ക മുന്തിരി, സോപ്പ്. നീ കുളിക്കാറില്ല റൂമിലത്തെ ആൾക്കാർക്ക് അറിയാതെ നാട്ടിൽ വന്നിട്ടെങ്കിലും കുളിച്ചോട്ടെ വിചാരിച്ച്. അങ്ങനത്തെ കേക്ക് ബിസ്ക്കറ്റ്, ബ്രൗണിയുടെ ബിസ്ക്കറ്റ്. എന്താ ഈത്തപ്പഴം? ഈത്തപ്പഴം വെറുതെ അല്ല ഈ ബാഗിന് എത്ര സാധനം. നീ ഇത് തോന്നിട്ടുണ്ടോ? വീണ്ടും സോപ്പ്. ഞാൻ പറഞ്ഞില്ലേ നീ കുളിക്കില്ല, അവിടത്തുള്ളവർക്കൊക്കെ അറിയാതാണ് നിനക്ക് ഈ സോപ്പായിട്ട് അവർ കൊണ്ടുവന്നത്. പിന്നെ ബനാന പുഡിങ് കേക്ക് വേറെ. കണ്ണന്റെ റൂമിലത്തെ ഫ്രണ്ട്സ് ഒക്കെ കൊടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ. കുറച്ചല്ല, മുക്കാ ഭാഗം അവർ കൊടുത്തതന്നെ. ഉദ്ദേശിച്ചു അവരവരുടെ സ്നേഹം കൊണ്ട് കൊടുത്തതാണ്. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതില് അവരുടെ ഒക്കെ സന്തോഷം കാണണം. അത് സന്തോഷ കണ്ണീരാണ്. കാരണം എന്താണെന്നറിയോ, പൂവല്ലേ ശല്യം തീർന്നു. ഇനി ഇതൊക്കെ ഇങ്ങനെ വീതി വെച്ച്, അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. പിന്നെ ആൾക്കാർക്ക് വീതി കൊടുക്കണോണ്ടല്ല, അങ്ങനെ കുറഞ്ഞു പോകും. കണക്കറിയാണ്ട് ആർക്കും എന്തൊക്കെ കൊടുക്കണം എന്നറിയില്ല. സത്യം. പ്രത്യേകിച്ച് ഒന്നും സ്പെഷ്യലായിട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു നാട്ടു നടപ്പനുസരിച്ച് പറയുന്നതാടാ, നീ അത് വിശ്വസിച്ചു. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കൊല്ലം നിന്നിട്ട് ഒന്നും കൊടുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 കൊല്ലം എൻജോയ്മെന്റിനോ അല്ലെങ്കിൽ ഒരു ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിട്ട് പോയതൊന്നല്ല. കുറെ കടങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വിട്ടാൻ വേണ്ടിട്ട് പോയതാണ്. അപ്പൊ കടങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി. പിന്നെ പൈസയുടെ ബുദ്ധിമുട്ട്. നമ്മൾ യൂട്യൂബറാന്നൊക്കെയുള്ള ഒരു പേര് മാത്രം തന്നെ ഉള്ളൂ. നമ്മളും സാധാരണക്കാര് അത്ര. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയുള്ളൂ. നമുക്കറിയാലോ. ടാറ്റാ.